കർത്താവിൻ്റെ ഒരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാത്തിരിപ്പ് യോഗത്തിന് നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രത്തെ ആരംഭിച്ചപ്പോൾ 10 പേര് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇത്രയും പേര് കർത്താവിനെ കൂട്ടിവെട്ടിക്കൊണ്ട് തന്നെ കർത്താവിന്റെ സ്തോത്രം ചെയ്യും. കർത്താവാകുന്ന യേശു ക്രിസ്തു യെരൂശലേം ദേവാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ദൈവത്തിൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ അവർ അതിനെ കള്ളന്മാരുടെ ഗുഹകളാക്കി പ്രാക്കളെയും ആടുകളെയും വിൽക്കുന്ന വിൽപ്പന സ്ഥലങ്ങളാക്കി മാറ്റുന്ന പോലെ അനേക വ്യാപാരശാലകളാക്കി യെരൂശലേമിന്റെ ആ വിശുദ്ധ സ്ഥലത്തിന്റെ പരിസരങ്ങളെ തീർത്തു. എന്നാൽ വാസ്തവമായി ദൈവത്തെ അന്വേഷിപ്പാൻ ആ യെരൂശലേമിൽ ആൾക്കാരുണ്ടായിരുന്നു. 10,500-2,000 പേര് കടന്നു വന്നിരിക്കുന്ന ഈ ക്യാമ്പസിന് ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തിക്ക് വേണ്ടി കാത്തിരിപ്പാൻ ഇവിടെ കർത്താവിന്റെ ദാസന്മാരായി 100 ഹാസ്റ്റേഴ്സ് നിന്ന് കാണും. അവരവിടെ കാണിക്കാൻ ചുരുങ്ങിയ ഹാസ്റ്റേഴ്സ് മാത്രമേ ഇവിടെയുള്ളൂ. അതിന്റെ ആവശ്യം എന്താണെന്നാണ് അവരുടെ ആഗ്രഹം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, ഒരു ഒഫൻസീവ് വെക്കറും ഒരു ഡിഫൻസീവ് വെക്കറും കൂടെ വേണം. രണ്ടും കൂടെ കാത്തിരിക്കുകയെന്നുള്ളത് കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ ഹൃദയം ശരിയായി മുന്നില്ലായെങ്കിൽ ദൈവം തന്നെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക് പകരുവാൻ സാധിക്കുകയില്ല. കർത്താവിന്റെ സ്തോത്രം. കാലക്രമത്തിൽ ആരംഭിക്കുമ്പോഴെല്ലാം നന്നായിട്ട് ആയിത്തീരും, എന്ന ഒടുവിലായി വരുമ്പോൾ എല്ലാം വളരെ വരയായിട്ട് മാറ്റപ്പെട്ടു പോകും. അങ്ങനെ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈ കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്നത് യുണീക്ക് കാത്തിരിപ്പ് യോഗമാണ്. ഇനി അടുത്ത വർഷത്തിൽ മാത്രമേ പല രാജ്യങ്ങളിൽ നിന്ന്, പല സ്റ്റേറ്റുകളിൽ നിന്ന്, പല സഭകളിൽ നിന്ന് കടന്നു വന്ന വിശുദ്ധന്മാർ ഒരുമിച്ചിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യാപാര ശക്തി പ്രാപിക്കുക എന്നുള്ള ഒരനുഭവം സഭകളിൽ നിന്ന് പഴുത്ത കഥയായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ 40 വർഷക്കാലമായി പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അതെ, പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ തന്നെ സ്ട്രീറ്റിലൊക്കെ നടന്ന് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ പിതാക്കന്മാരുടെ വിശ്വാസ നടത്തങ്ങളെല്ലാം കണ്ട് അതതുപോലെ ഞാൻ കോപ്പി ചെയ്ത് ഉപദേശങ്ങളെല്ലാം അതുപോലെ പഠിച്ച് ഞാനൊരു സ്വർഗത്തിൽ ജീവിക്കുന്ന ഒരു പ്രതീതി എനിക്കതുണ്ടായി. അത് ഇന്നും കളയുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയിട്ടില്ല. കർത്താവിന്റെ സ്തോത്രം. എന്തെന്നാൽ അത് ഏറ്റവും സത്യമായ കാര്യമാണ്, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുവാനിടയായി. അത് തന്നെയല്ല, ഈ കാലത്തിൽ അനേകര് ഈ ലോകമയത്തിലേക്ക് ഉൾപ്പിറ്റിൽ ധാരാളം ഉണർവുണ്ടെങ്കിലും വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്കും വേണം പണം എന്നുള്ള നിലവാരത്തിൽ മുന്നോട്ടുള്ള പോക്കാണ് എല്ലാവർക്കും ഒരു പ്രസംഗമുണ്ട്. കർത്താവായ യേശുവിന്റെ വരവ് വളരെ അടുത്തുപോയി. ആ പ്രസംഗം സത്യമായ കാര്യമാണ്. ഞാൻ അതിൽ അക്ഷരപ്രകാരം വിശ്വസിക്കുന്നു. എന്നാൽ അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുണ്ട്. ആ ഒരുക്കത്ത് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ താൻ പറഞ്ഞു, എന്നാണ് തന്റെ ശുശ്രൂഷയുടെ അന്തിമഘട്ടത്തിലാണ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടു ആ ദിവസം പെട്ടെന്ന് കണി പോലെ വരാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുകയെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവ് സ്തോത്രം. എന്നാൽ അവനെ വിശുദ്ധ കണ്ടുകൊണ്ട് അവൻ ദൂരവേ നോക്കിയപ്പോൾ കർത്താവിന്റെ രണ്ടാമത്തെ മടങ്ങി വരവിന് മുമ്പായിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങൾ, പെന്തക്കോസ്ത് ജനങ്ങൾ, അതാണല്ലോ വിശ്വസിക്കുന്നത്, എടുക്കപ്പെടുന്നത്. അവരാദിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് വീടോട് വീടും വയലോട് വയലും കൂട്ടുമാറുള്ള ഒരു ജനസമൂഹം ഉണ്ടാകുന്നത് കണ്ടുകൊണ്ടാണ് കർത്താവ് ശക്തിയുഗം അവിടെ പറഞ്ഞത്, അത് കണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയാണ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കാത്തിരിപ്പ് യോഗത്തിന് ഇരുന്നില്ലായെങ്കിലും കർത്താവ് ഇപ്പോൾ വരികയാണെങ്കിൽ നിങ്ങൾ ഗവൺമെന്റുകളിലോ പുസ്തകശാലയിലോ വിൽക്കുന്നിടത്തോ നിന്ന് ഞങ്ങൾ പൊക്കോളാമെന്ന് പറയുന്നവരുടെ പൊക്കോട്ടെ. സ്വർഗം നമ്മുടെ ആരുടെയും പ്രത്യേക സ്ഥാനമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അതിന് കുഴപ്പമില്ല. എന്നാൽ ഐക്യപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ യോഗം അത് വിജയകരമായി അവസാനിപ്പാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത് ഇതുപോലെ ഒരുമിച്ച് കാത്തിരിക്കാനുള്ള ഒരു സന്ദർഭം വേറെ ഇനി അടുത്ത വർഷം കർത്താവ് വരാൻ താമസിക്കാതിരിക്കുമെന്നുള്ളതേ ഉള്ളൂ. ഒരുമിച്ച് കാത്തിരിക്കേണ്ടതായ ഒരു കാലമുണ്ട്. അതേ സമയം നാം എടുക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ കാത്തിരിപ്പിന് വേണ്ടി അത് ഒരുക്കുക. ഞാൻ നാട്ടിലെ പ്രദേശത്തായിരുന്ന ആ സന്ദർഭത്തിൽ, വിശേഷ ഗൾഫിൻ പ്രദേശത്തിൽ 10 വർഷക്കാലം ഞാനായതിനു ശേഷം, മടങ്ങി വന്നതിന് ശേഷം ഞാൻ മിക്കവാറും കാത്തിരിപ്പ് യോഗങ്ങൾ അതുപോലുള്ള രോഗശാന്തി ശുശ്രൂഷകളൊക്കെ നടത്തി അനേക ഇടങ്ങളിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇവിടെ കടന്നു വന്നു. 23 വർഷക്കാലങ്ങൾ കൊണ്ട് അവിടെ 1 വർഷക്കാലം യാത്ര ചെയ്തതിനു ശേഷം പഠനത്തിൽ വേറെയുടെ ആവശ്യം മനസ്സിലായി. നമ്മുടെ സഹോദരങ്ങൾ കടന്നു വരുന്നത് കണ്ട് അപ്രകാരമായ രീതിയിൽ തിരിഞ്ഞു ഇതുവരെ കർത്താവിന്റെ പേരിൽ സൂക്ഷിപ്പാൻ കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. ഇൻസ്റ്റിറ്റ്യൂഷൻ സഭയിൽ തുടർന്ന് കാത്തിരിക്കുക വെക്കും എന്ന ഒരു പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എങ്കിൽ മാത്രമേ ഒരു പെന്തക്കോസ്തുകാരൻ വിളിക്കപ്പെടുവാൻ യോഗ്യനുള്ളൂ. അതേ സാധിക്കുള്ളൂ എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. ആയതുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നു, കർത്താവിനെ കാത്തിരിക്കുക. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക പ്രത്യേക ശുശ്രൂഷക്കാരുടെ കയ്യിലിരിക്കുന്നതല്ല. നാം ഇവിടെ കേട്ടതുപോലെ ഉണർത്തപ്പെടുന്ന കാര്യം ഞങ്ങളിലേക്ക് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. എന്നെ കൊണ്ട് ആരെയും ഉണർത്താൻ സാധ്യമല്ല. കർത്താവ് നിങ്ങളെ ഉണർത്തിയില്ല എങ്കിൽ നാം ഉണർത്തപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, നാം ഇരിക്കുന്ന ഈ സന്ദർഭങ്ങൾ 4 മണിക്ക് ഇത് അവസാനിപ്പിക്കും. എന്നാൽ ഒരു കാര്യം മാത്രം, നിങ്ങൾ അവരുടെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് നിങ്ങൾ ഇരുന്ന് തരണം എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ഹൃദയത്തെ താഴ്ത്തി നാം ഇവിടെ ഇരിക്കുമെങ്കിൽ കർത്താവ് നമ്മെ വളരെയധികം അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഞാൻ അല്പസമയം പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും പലരും 40 നിമിഷം സംസാരിച്ച് നാം പിന്നെ കാത്തിരിക്കാനായിട്ട് പോവുകയാണ്. ബാക്കിയുള്ള സമയം കാത്തിരിക്കാൻ പോവുകയാണ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. എന്ന ഒരു കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരണം. അത് മറ്റൊന്നുമല്ല, നാം ഇരിക്കുന്ന ഇരിപ്പിൽ അതിന് ഒന്ന് എഴുന്നേൽക്കണം. ഒന്നാമത്. രണ്ടാമത്, ഈ ഏരിയ ഇത് ഫില്ല് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എഴുന്നേൽക്കുന്നതിന് മുമ്പേ ഞാൻ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ തരണം. ഇതുവരെയും എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എത്ര പേര് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് എന്നൊന്ന് അറിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഇന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാൻ തക്കണം താല്പര്യമുണ്ട്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തോൽക്കാവുന്ന പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. പലരും ഇവിടെ അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്. നമുക്ക് ലഭ്യമായതുകൊണ്ട് അവര് അത് കരങ്ങൾ ഉയർത്തിയില്ല. അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഈ ക്യാമ്പസിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത 100 ആൾക്കാർ ഇവിടെ പരിസരങ്ങളുണ്ട് എന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നാൽ അവർക്ക് ആഗ്രഹമില്ല. അത് അവരുടെ കുറ്റമല്ല, അവിടെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാരുടെ കുറ്റമാണ്. കാര്യങ്ങൾ ആവശ്യം പറഞ്ഞിട്ടില്ല, അവരുടെ ഉപദേശിച്ചിട്ടുമില്ല. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ഞാനൊരു പാട്ട് പാടും. അത് മറ്റൊന്നുമല്ല, ഒരു അനുതാപത്തിന്റെ പാട്ടും പ്രാർത്ഥനയുടെ പാട്ടുമാണ്. അത് നമ്മളെല്ലാവരും ചേർന്ന് പാടണം. ഹല്ലേലൂയ. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ പാട്ടാണ്. പരിശുദ്ധാത്മാ അഭിഷേകത്തിനും അതിനുവേണ്ടി ദാഹം ദൈവം നമ്മുടെ ഉള്ളത്തിൽ പകർന്നിരുന്ന ഒരു പാട്ടാണ്. അതിന് മുമ്പ് നമ്മൾ ഈ അഭിഷേകം പ്രാപിച്ച ഒരു ആവർത്തനാശക്തി പ്രാപിപ്പാൻ, ഒരു പുതുശക്തി ഹല്ലേലൂയ പ്രാപിപ്പാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം. അതുകൊണ്ട് നമുക്കെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഈ ഏറിയായി ഫില്ല് ചെയ്യുക. സഹോദരന്മാരവിടെ നിന്ന് മുൻപോട്ട് കടന്നു വന്നു. ഇത്രയും പേര് മാത്രമേ 2, 3, 4 റോയിൽ മാത്രം ഈ ആൾക്കാർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരുമിച്ച് ഐക്യപ്പെട്ട് നിന്നുകൊണ്ട് കർത്താവിന്റെ സ്തോത്രം നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അപ്പോൾ നിലയിൽ നിന്ന് പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തീരെ വരാൻ സാധിക്കത്തില്ല എന്ന് വെച്ചാൽ ഞാനൊരു കാണിയായിട്ട് ഇരുന്നോളാം എന്നുള്ളതല്ല. പിന്നെ പ്രായമുള്ളവരുടെ പറയുന്നത് കുഴപ്പമില്ല. ബാക്കിയുള്ളവർ ഈ സീറ്റുകൾ അത് ഫില്ല് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നാട്ടിലെ പ്രദേശത്ത് കാത്തിരിപ്പ് യോഗം നടത്തുന്ന കാലയളവിൽ ഇപ്പോൾ ഈ കാത്തിരിപ്പ് യോഗക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാത്തിരിപ്പ് യോഗക്കാരെ ഔട്ടേജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഞാൻ പരസ്യമായിട്ട് അറിയാവുന്ന കാര്യം അവരെ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതാണ്. കാത്തിരിപ്പ് യോഗക്കാരെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ വേദപുസ്തകത്തിലില്ല. എന്നാൽ അതിന് കഴിയുന്നത് നാം കേട്ടതുപോലെ അതിൽ കൃപയുള്ളവരുണ്ട്. പ്രവാചകന്മാരെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. കർത്താവ് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവരെല്ലാം വായടച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് നാടിന്റെ പ്രദേശമെല്ലാം. ഹല്ലേലൂയ. ചിലതൊക്കെ ജാതിമായിട്ട് വന്നേക്കാം. എന്നാൽ അതിന്റെ സത്യത്തോടെ നമ്മൾ മൂടി വെക്കുന്ന ഒരു കാഴ്ചപ്പാട് കാണുന്നത് കൊണ്ട് ഈ 5 നിമിഷത്തിലെങ്കിലും നമ്മുടെ കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന സമയമെങ്കിലും നമ്മുടെ കർത്താവിന്റെ നമ്മുടെ പിതാക്കന്മാർ ആരംഭിച്ചതായ വഴിയിലേക്ക് നമ്മൾ കടന്നു വരുന്ന ഒരനുഭവം ഉണ്ടാകണം. ഈ 2 കുറച്ചുകൂടെ മുന്നോട്ട് വരണം. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. നാം ഇന്ന് ദൈവകൃപയെ പ്രാപിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക, പരിശുദ്ധാത്മാവിനാൽ നിബന്ധിക്കപ്പെടുക, പരിശുദ്ധാത്മ ശക്തി ചെല്ലു പ്രാപിക്കും, മറ്റ് കൃപാകരങ്ങൾ പ്രാപിക്കാനായിട്ട് പോവുകയാണ്. ഇതൊരു വ്യക്തിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന കാര്യമല്ല. പിന്നെയോ നാം കർത്താവിനോട് ചോദിച്ച കർത്താവെ, ഈ കോൺഫറൻസ് കഴിഞ്ഞ് ഞാൻ എന്റെ ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, എന്റെ സഭയിലേക്ക് പോകുന്നതിന് മുമ്പ് നീ എന്നെ ഇന്ന് ഈ പകൽക്കാലം
പ്രാർത്ഥിക്കാൻ പറഞ്ഞത് നിങ്ങൾ അത് എന്നോട് കേട്ട പിതാവിന്റെ വാക്കിന് വേണ്ടി കാത്തിരിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സമയം വരുമ്പോ നിങ്ങൾ അന്യഭാഷ സംസാരിച്ച് അത് യെരൂശലേമിലും യഹൂദയിലും കൂട്ടിയിടത്തോളം ശമരിയിൽ കൂടെടുത്തോളം എന്റെ സാക്ഷികളാവുന്നവർ പറഞ്ഞില്ല. എന്നാൽ നിങ്ങൾ ശക്തി പ്രാപിച്ച് അന്യഭാഷയിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്. ആ ശക്തി ഒന്ന് പ്രാപിച്ചു നോക്ക്. അതിന്റെ അഭിഷേകത്തിന്റെ നിറവിന്റെ ആ മണിയിൽ അവരുടെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങും. അന്യഭാഷയ്ക്ക് വേണ്ടി ദൈവമായിട്ട് ഒറ്റ നിങ്ങൾ കാത്തിരിക്കരുത്. നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ഏകാഗ്രതയും എനിക്കൊന്ന് അന്യഭാഷ സംസാരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എത്ര സന്തോഷമായിട്ട് കൂടെ ഇരിക്കുന്ന വ്യക്തി ആ സഹോദരി അന്യഭാഷ സംസാരിക്കുമ്പോൾ അയ്യോ എനിക്കിതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ കർത്താവിന്റെ സ്തോത്രം. ഞാനിതുപോലെ നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിക്കാനായിരുന്നപ്പോൾ തന്നെ എനിക്കിത് പ്രാപിക്കാൻ സാധിക്കാതെ ഇരുന്നതിന്റെ ഭാര്യ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ വേദപുസ്തകം കർത്താവേ ഇനി മേല ഞാൻ പ്രസംഗിക്കത്തില്ല, എനിക്കിത് കിട്ടുന്നില്ല എന്ന് സത്യമാണെന്ന് എനിക്കറിയാം. അത് നിന്ദിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇതിൽ നിന്ദിപ്പാക്കാൻ ഇടയായിട്ടില്ല. എന്നാൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നതായി കർത്താവിന്റെ സ്തോത്രം. അത് ദൈവാത്മാവിനോട് സംസാരിച്ചു ഈ പ്രസംഗം നിർത്തിയാൽ ഞാൻ ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ബോംബെയുടെ പ്രദേശത്ത് ചെമ്പൂർ സമയത്ത് ചില നാൾ ശിക്ഷിപ്പിച്ചതാണ്. ആ സന്ദർഭത്തിൽ ഞാൻ അഭിഷിക്തനായിട്ടുള്ള ശക്തി എന്റെ മേലുണ്ടായിരുന്നു. ഞാൻ 30 ദിവസം അവിടെ ഒരു ഭവനത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് ഞായറാഴ്ച ഞാൻ സഭായോഗത്തിന് പോകുമ്പോ ചെമ്പൂർ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിയതിന് ശേഷം നടന്ന് യേശുദേവ് സ്കൂളിലോട്ട് പോകുമ്പോ അന്തേക്ക് പോകുന്ന ആ ക്രോസിന്റെ അവിടെ വെച്ച് ദൈവത്തിന്റെ ആത്മാവിന് വലിയൊരു അമിതമായ ശക്തി എന്റെ മേൽ വ്യാപരിക്കുകയും അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കുകയും ചെയ്തു. ഒരു തത്വത്തെയല്ല ഞാൻ വിഷയം പ്രാപിച്ചത്. ദൈവത്തിന്റെ വൈദ്യുതി ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാതെ ആത്മദാഹത്തോടെ കടന്നു വന്നിരിക്കുന്ന കാര്യത്തിലുണ്ടെങ്കിൽ കർത്താവിനെ അഭിഷേകം ചെയ്യും. ഈ ജലസ്നാനം തന്റെ ദാസന്മാർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാൽ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് ഓരോ ദൈവദാസനും ഏൽപ്പിച്ചിട്ടില്ല.
ഈ സമയം കൊണ്ട് നമ്മൾ ചിലര് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും, പരിശുദ്ധാത്മശക്തി അഭിഷേകം പ്രാപിച്ചവർ ബുദ്ധിശക്തിയാ നിറയപ്പെടും. ഹല്ലേലൂയ. ഇവിടെ രോഗികളായി കടന്നു വന്നിരിക്കുന്നവർ അവർ രോഗശാന്തി പ്രാപിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കടന്നു പോകും. ഒരു പുതിയ ചൈതന്യം പ്രാപിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് കടന്നു പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. കർത്താവിന്റെ സ്തോത്രം. നമ്മുടെ ഈ യോഗത്തിന്റെ ഈ ക്യാമ്പ് മീറ്റിംഗിന്റെ തീം തന്നെ ഭാഗ്യകരമായ പ്രത്യാശ എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഭാഗ്യകരമായ തീത്തോസിന്റെ ലേഖനം അത് 2:12-13 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി കാത്തിരുന്നുകൊണ്ട് എന്നൊരു വാക്കുണ്ട്. ഇംഗ്ലീഷില് കർത്താവ് നമ്മെ റെഡീം ചെയ്യാനായിട്ട് വരുന്നതിന് പിന്നാലെ എഴുതിയിട്ടുണ്ട്. മലയാളത്തിലില്ല. എന്നാൽ ഹല്ലേലൂയ ഇംഗ്ലീഷില് റെഡീം എന്നൊരു വാക്കുണ്ട്. നാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നതായ നമ്മെ കർത്താവ് മാനസാന്തരപ്പെട്ടപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മെ വീണ്ടെടുത്തു എന്ന് എഫെസ്യ ലേഖനം 2:1 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. റോമാലേഖനം ഹല്ലേലൂയ 6-4 വാക്യത്തിൽ വായിക്കുമ്പോൾ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു സ്നാനത്താൽ എന്ന് എഴുതിയിട്ടുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ രണ്ടൊരു കൺഷനായി. എന്നാൽ വീണ്ടും ഒരു കൺഷൻ നമുക്കുണ്ട്. നാം ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിച്ച് അന്ത്യനാളിൽ കാത്തിരുന്ന നമ്മുടെ കർത്താവിന്റെ വരവിങ്കൽ നാം വീണ്ടെടുക്കപ്പെടും എന്ന ഒരു പദമാണ്. അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. പലരും അത് മറന്നു പോകുന്ന ഒരു പദമാണ്. കാരണം നാം ഇതുവരെയും നാം ദൈവത്തിന്റെ രക്ഷയെ പൂർത്തീകരിച്ച് നമുക്ക് തന്നിരിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ അത് അഗ്നിവിരുദ്ധമായ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് പ്രപഞ്ചമോഹങ്ങൾ ഉപേക്ഷിച്ചിട്ട് നാം ആ അന്ത്യ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരിക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ
യേശുവിന്റെ